ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഓർത്താണ്. അത് ചപ്പാത്തി കുഴച്ച് വെച്ചു. ആദ്യമേ നമുക്ക് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാം, എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് കിഴങ്ങും ക്യാരറ്റും കൂടെയുള്ള വഴുതനങ്ങ ഇട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കൂട്ടാൻ. അതിനായിട്ട് രണ്ട് കിഴങ്ങ്, 2 ക്യാരറ്റ്, 1 വഴുതനങ്ങ, 2 സവോള, പിന്നെ അതുകൊണ്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില. നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കറടുപ്പ് വെക്കാം. ഗ്യാസ് കത്തിച്ച് കുക്കറടുപ്പ് വെച്ച് നമുക്കിനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് അത് കൂടി വെച്ച് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. സവാള ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഈ അരിഞ്ഞ് വെച്ച ഉരുളൻകിഴങ്ങും ക്യാരറ്റും വഴുതനങ്ങയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ട് കൊടുത്താൽ മതി. അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കട്ടെ. നമുക്കൊന്ന് ഇളക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഈ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നോക്കട്ടെ. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്ന് നോക്കട്ടെ. വെളി നല്ല മഴയുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾപ്പൊടി, കഷ്ണം എല്ലാം ചെറുതായിട്ടൊന്ന് കിടന്ന് വഴന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു കൂട്ടാനാണ് ചപ്പാത്തിക്ക്. 2 തക്കാളിക്കയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത്. തക്കാളിക്ക ഇല്ല, അതുകൊണ്ട് തക്കാളിക്ക ഇല്ലാതാവുന്നുണ്ട്. ഞാൻ പൊടികൾ ഓരോന്നിട്ട് കൊടുക്കാം. മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചതാണ്. മസാല കൂട്ടുകളെല്ലാം കൂടെ പൊടിച്ച് ഉണ്ടാക്കിയ പൊടിയാണിത്. എല്ലാം കൂടി ഇന്ന് മിക്സ് ചെയ്യട്ടെ. നല്ലതായിട്ട് ഇളക്കി ഒന്ന് പൊടിയെല്ലാം ഒന്ന് വേവട്ടെ. തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചാലേ അടിയൻ കരിയും. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒത്തിരി കൂടിപ്പോകണ്ട, കുറച്ച് വെള്ളം മതി. ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരട്ടെ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് കുക്കർ തുറന്നേ. പിന്നെ ഇളക്കി നമുക്കധികം വെള്ളമില്ല. ഇങ്ങനെ വേണം കറി എടുക്കാൻ. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കും.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും കറിയും റെഡി.